ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. അപ്പം വീണ്ടും ഞങ്ങളുടെ ഇന്നത്തെ ഗ്രോസറി പർച്ചേസും കൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇത് പേരയ്ക്കയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഓഫറും ഉണ്ട്. മേ ബി തണുപ്പൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ. ഓറഞ്ചൊക്കെ പല തരത്തിലുള്ളത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം കാണിച്ചത് നല്ല സൂപ്പർ ഒരു പേരയ്ക്കയാണ്. അപ്പം പല ടൈപ്പ് പേരയ്ക്ക വന്നിട്ടുണ്ട്. മറ്റേ റൗണ്ട് ഉരുണ്ടിരിക്കുന്ന പേരയ്ക്ക. ഇത് നമ്മുടെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ചോറ് കഴിക്കാനുള്ള മീൻ വറക്കുന്ന ദൃശ്യമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഭയങ്കര പഴുത്തിട്ടായിരിക്കുമെന്ന്. പക്ഷേ ഒത്തിരി അങ്ങ് പഴുത്ത് അങ്ങനെ ഞെങ്ങ് കൊള്ളുന്ന കണക്കല്ല. 1-2 അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. എന്നാൽ ഇങ്ങനെ പഴുത്ത് അളിഞ്ഞ് അങ്ങനത്തെ അല്ലായിരുന്നു കേട്ടോ. ഒരെണ്ണം എങ്ങാണ്ട് 1-2 എണ്ണം അതിൻ്റെ അകത്ത് അങ്ങനെ ഇച്ചിരി ഏറെ പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മധുരമൊക്കെ ഉണ്ട്. നല്ല പേരയ്ക്കയായിരുന്നു കേട്ടോ. ഇപ്പം പേരയ്ക്കയുടെയും പിന്നെ പല തരത്തിലെ ഓറഞ്ചുകൾ, പിന്നെ എന്താ പറയുന്നത്, പിന്നെ ആപ്പിൾ, പിന്നെ സ്ട്രോബെറി, ഇതിൻ്റെ എല്ലാം അവക്കാഡോ കുറവാണ്. അവക്കാഡോ ഉണ്ട്, എന്നാലും അങ്ങനെ അവക്കാഡോയ്ക്ക് ഓഫറൊന്നുമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മഞ്ഞയും റെഡും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് മൊസമ്പി ആണെങ്കിലുണ്ടല്ലോ നല്ല, ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് അടിക്കാനാണ് മേടിച്ചത്. പക്ഷേ ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മൊസമ്പിക്ക്. നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു കൈതച്ചക്കയുടെ ആ ഒരു നേരി, എന്നിട്ട് നല്ല കറുമുറോ ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അത് ജ്യൂസ് അടിക്കാതെ അങ്ങനെ തന്നെ കഴിക്കുക. അത് നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. ഇങ്ങനെ നമ്മുടെ പഴയ മറ്റേ നാരങ്ങയില്ലേ, കമ്പിളി നാരങ്ങയൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ക്യാപ്സിക്കത്തിന്, ഈ പച്ച ക്യാപ്സിക്കത്തിന് ഓഫർ ഉണ്ടായിരുന്നു, കളറുള്ളതിനില്ല. അപ്പോൾ ക്യാപ്സിക്കം എടുത്തു. നമുക്ക് വേണമെങ്കിൽ സാലഡ്സായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇടയ്ക്ക് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇടാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ എന്തിനേലുമൊക്കെ എടുക്കാം. പിന്നെ ഗ്രേപ്സിന് ഓഫർ ഉണ്ടായിരുന്നു. ഇത് സീഡ്ലെസ് ആയിട്ടുള്ള ഈ ഒരു പച്ച മുന്തിരിങ്ങയാണ്. നല്ല മധുരമുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറുന്നത് ഇത് 1-2 എണ്ണം എടുത്ത് കഴുകിയിട്ട് കഴിച്ച് നോക്കാനാണ്. പിന്നെ അവിടെ വെച്ച് നമ്മളിത് കഴുകാതെ കഴിച്ച് നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല മധുരമുണ്ട്. ചിലപ്പം എല്ലാ തവണയും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നി വന്നേക്കുന്ന എല്ലാം നല്ലതാണ്. അല്ലാതെ ചില സമയത്തൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയൊരു പെർഫോമൻസ് ഇതൊന്നും കാഴ്ച വയ്ക്കാറില്ല. അപ്പോൾ ഇത് നല്ല കുഞ്ഞൊരു ഡേറ്റ്സ്, ഇത് സാലഡ്സിലൊക്കെ ഇട്ടാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്രേപ്പ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്തത് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ അത്യാവശ്യം ഇതുപോലെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജീസിലാണ്. അപ്പം നമുക്കത് ഈ കിട്ടുന്ന ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സിന് ഓഫറുള്ള സമയത്ത് നമ്മൾ കൂടുതൽ മേടിച്ച് യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയിരുന്നെങ്കിൽ ഓറഞ്ചിനൊക്കെ